അണിയണ്ടിട്ടുണ്ടാവും എല്ലായിടത്തും പോന്നെങ്കിൽ അവന്റെ സ്വന്തമായിട്ട് എനിക്കൊന്നും വേണമെന്നില്ല. ഒന്നും സമ്മതിക്കത്തില്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഷവർമ്മ മന്തി കഴിക്കും. മന്തി വന്നപ്പോ തൊട്ട് മന്തി 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 കേട്ട് കുഴഞ്ഞു. നമ്മളിപ്പോ ഒരു തുണി മേടിച്ച് ഫസ്റ്റ് ടൈം ഇടുമ്പോഴല്ലേ അതിന്റെ ഒരു സംതൃപ്തി ഇട്ടിട്ടുള്ളൂ. പിന്നെ കിട്ടത്തില്ലല്ലോ. പക്ഷെ നമ്മള് മന്തി കഴിച്ചു നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. വേറൊന്നും വിചാരിക്കില്ലേ ബ്രോ, അവന് വണ്ടി ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒന്നും കൊണ്ട് പേടിക്കണ്ട, എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ നാട് വിട്ട് എവിടെയാ പോയില്ല. നീ മൈൻഡ് ചെയ്യുന്നതാണ് എന്റെ പൊന്നെ, അവൾ അറിയാൻ കണ്ട ചിരിച്ചതാ. അങ്ങനെയാണ് അവൾ ഇനിയും ചിരിക്കുന്നത്. ആ ഒന്ന് കാണണമല്ലേ ആകാശം. പെൺപിള്ളേർക്ക് സ്ട്രോങ് ആയിട്ടുള്ളവന്മാരെ ഡേയ് ചിരിച്ച് അവൾ ഇനിയും ചിരിക്കോടാ. ആകാശം നിനക്ക് വെയിറ്റ് കൂടിയോന്നൊരു സംശയം കേട്ടോ. അവൾ ഇതിലും ചിരിക്കുന്ന കാണുന്നു. അതെനിക്ക് കാണും. പെണ്ണിന്റെ കണ്ണല്ല, കണ്ണി പ്രണയം വരുന്നതാ. പിന്നെ ഓക്കേ. എനിക്കിപ്പോ 2 മക്കളാ. മൂത്താളിപ്പോ അമറാണി സ്കൂളിൽ പഠിക്കുന്നു. എടാ അവിടെ ഫീസ് കൂടല്ലേ? ആണല്ലേ? മാറ്റണം. കൊച്ചെങ്ങനെ സ്കൂളിൽ പോന്നെ? ഞാൻ ഡെയിലി കൊണ്ടാക്കി വരൂടാ. എടാ ആ റൂട്ട് വഴി സ്കൂൾ ബസ് ഉണ്ടാ? ഉണ്ടാ? ആ പറയണ്ടേ, എന്റെ മൂത്ത മോളിത്തിരി കുറുമ്പിയാ. എന്റെ ഇളയതാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. കോഴിക്കോടൊക്കെ പിള്ളേരുണ്ട് കളിക്കുന്നത്. പിന്നൊന്നുമില്ല. പിന്നെ അവിടെ എന്താ? പിന്നെ അപ്പൊ ആശയദാരിദ്ര്യം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, പക്ഷെ പെണ്ണില്ല. എത്ര കണ്ടന്റ് ചെയ്തേക്കും. എല്ലാം കളർ ഡ്രസ്. ബുധനാഴ്ച യൂണിഫോം ഇട്ടോണ്ട് മണ്ട നീ മാത്രമേ ഉള്ളൂ. ഇന്ന് ബുധനാഴ്ച ആയിരുന്നല്ലേ? കളർ ഡ്രസ് ഇട്ടോണ്ടെങ്കിൽ അവളെ ഫ്രണ്ട് കുറച്ച് ഷോ എങ്കിലും കാണിക്കായിരുന്നു. അല്ല ഡ്രസ് ഇട്ടോണ്ടോ നീ കൊറേ കുളിത്തിക്കളായി. ശിബു 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 ശുഭദിനം. ഇവ സാറേ സാറേ ശുഭദിനം. ശുഭദിനം. ഈ ക്ലാസ്സിൽ പഠനത്തിന് ആവശ്യമില്ലാത്ത പല ഉപകരണങ്ങളും കൊണ്ടുവരുന്നതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ പരാതി വരാതിരിക്കണം? സാറ് ഈ പഠിപ്പിക്കാൻ ആവശ്യമില്ലാത്ത സാധനം പോകട്ടിട്ടുണ്ടോ? നാളെ നിങ്ങൾക്ക് PSC എക്സാം അല്ലേ? വല്ല പഠിച്ചാ? ഇന്നലെ കുറെ വായിച്ചതാ ഞാൻ. നമ്മളും കുറെ പഠിച്ചത്. ഇത് നടപടിയാണ്, കേസല്ലടാ. നിങ്ങൾ പഠിച്ച കാര്യം പറയണം. ഞാൻ ഒരു PSC ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറ. കേരളത്തിലെ പൈതൃക മൃഗമായിരുന്നു. എന്റെ അച്ഛൻ കരടി വീണു. ചോറൊക്കെ കൊണ്ടുകൊണ്ട് പോയാ മതി കേട്ടോ മോനെ. ചോറൊന്നും വേണ്ട. ഞാൻ അഭിത്തിനടുത്ത് ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണം, നമുക്ക് എല്ലാം കൂടെ പുറത്തു പോയി കഴിക്കാം. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനും കാണാനൊക്കെ ആയിട്ട് വന്നതാ. ആണോ? ആ ഒന്നും ഉണ്ടാക്കണ്ട. ഇതൊന്നും പറഞ്ഞില്ല മോനെ. എന്നാലും മോളെ ഇപ്പൊ ഇത്രയും സമയമായില്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ രസം പോവില്ല. അതാ ഞാൻ പറഞ്ഞു അമ്മയുടെ ഒന്നും പറയണ്ട, സർപ്രൈസ് ആയിട്ട് ഞാൻ വരാം. അതില് നൈസായിട്ട് പുറത്തേക്ക് വന്ന് നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇതുവഴി വന്നത് അതുകൊണ്ടാ. സാരമില്ല മോനെ, ഉള്ള ചോറൊക്കെ വെച്ചിട്ട് തിന്നുകൊണ്ട് പോവാം. ഒന്നും ഉണ്ടാകും. ഇല്ലില്ല, അമ്മ ഉണ്ടാക്കാം. എളുപ്പം അമ്മ റെഡിയാക്കാം. മീനൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് അമ്മ. അതൊക്കെ ഇനി മോനറിയോ വെട്ടാനും ഒക്കെ? അമ്മയുടെ കൂടെ സഹായിക്കാമെങ്കിൽ എളുപ്പം നമുക്ക് റെഡിയാക്കാം. പിന്നെ എന്ത് മീൻ? എനിക്കാണെങ്കിൽ ചില മീനെ വെട്ടാൻ അറിയത്തുള്ളൂ. ചില മീൻ എന്ന് പറഞ്ഞ മീനില്ല. അങ്കിളിന് എങ്ങനെ മന്തി ഇഷ്ടമാണോ? ഞാൻ കഴിക്കില്ല. ചിക്കൻ കറി വെച്ചാൽ കഴിക്കും. വേറെ ബിരിയാണി ഒന്നും വേണ്ട മോളെ. നോക്കണ്ടായിരുന്നു. ചോറും കറിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടമല്ലേ? അവിടെ എന്തോ ഒരു സിഗ്നൽ കാണിച്ചു. അപ്പൊ ഇത് കണ്ടിട്ട് വാവനെ മനസ്സിലാക്കിയ ഒരു കുട്ടി വരട്ടെ, സ്വാലിഹത്തായ ഒരു കുട്ടി വരട്ടെ. എനിക്ക് കുട്ടീനെ കിട്ടാത്ത പരിപാടിയൊന്നുമില്ല. എനിക്ക് ഞാൻ മെയിനാവാൻ പറയല്ലോ. ഡെയിലി കുറേ കുട്ടികൾ ഇങ്ങനെ നടക്കണില്ല. ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. വാവയുടെ ഒരു ഗേൾ ഫ്രണ്ട് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? പെണ്ണായാ മതി. ഒന്ന് ടാർപ്പേക്ക് അടിക്കണേ. ഞാൻ പോണ കേട്ടാ. ശരി, എന്തെങ്കിലും ഉണ്ടെ വിളിക്കണേ. എന്താണ് വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഇട്ടൂടെ? നാളത്തോട് നീ കഴിവണം.
ഹാർട്ടോ ഹെയ്റ്റ് കൊടുക്കണ്ടല്ലോ. ഭയങ്കര ശല്യം അവൻ. വണ്ടി കഴിവുന്ന ഒരു സ്വസ്ഥത വരുന്നില്ല. എനിക്ക് പൈസ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ 5000 രൂപ അങ്ങോട്ട് വരാം. അവൻ എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുവരുത്. വണ്ടി കൊണ്ട് തന്നിരിക്കുന്നവൻ എനിക്ക്. ഒരു ഷിഫ്റ്റ് കൊടുക്കണ്ടല്ലോ. ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ അഭിയത്തിന്റെ അടുത്താണോ അമ്മയുടെ അടുത്താണോ ആൾക്കാർ കൂടുതലും മിണ്ടുന്നത്? ചെറുപ്പക്കാര് പെൺപിള്ളേരെല്ലാം ഉണ്ണിച്ചേട്ടൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ഒന്നും അവർക്ക് വേണ്ട. അമ്മമാര് കാണുമ്പോ അത് സംഭവിച്ചു എല്ലാരും ഒരു ഡബിൾ, ആരും ഇക്വാളിറ്റി ഇല്ല. ഇപ്പൊ എന്നെ കാണുന്ന പിള്ളേര് എന്നെ കൈ തന്നിട്ടു, അമ്മയെ കാണുന്നത് അവർക്ക് ഉമ്മയും കൊടുത്തിട്ടേ പോകുന്നത്. ഇനി വരുന്ന പെൺപിള്ളേരോട് പറയാവിടെ നിനക്ക് ഉമ്മ എല്ലാരും ഇക്വാളിറ്റി വേണ്ടി പറയുമ്പോ എനിക്കും തരണം. നമ്മൾ ഇന്നലെ മണ്ണശാലയിൽ പോയി 2 ചേച്ചിമാരെ കണ്ട്. അവര് ഫസ്റ്റ് എന്നെ കണ്ടേ, കൈ കാണിച്ച് മോനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്നേഹിച്ചിട്ട് പോയി. അമ്മയെ കണ്ടപ്പോ ഉമ്മയും തന്ന് കിട്ടിയും പിടിച്ചു. എന്തായിരുന്നു വരാൻ ഞാൻ എനിക്കൊരു ഉമ്മ താന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലിരിപ്പൊക്കെ നല്ലതാ. ബേസിക്കലി എന്തായിരുന്നു നിന്റെ പ്രശ്നം? പിന്നെ പറ. അയാൾ പണയണ്ട. എടാ നീ പിന്നെ പറയാതെ ഇപ്പൊ പറ. എടാ പിന്നെ പറയൂന്ന് പറയൂടാ. നിർബന്ധിക്കണ്ട. എടാ പിന്നെ പറയൂന്ന് പറയൂടാ. പറ. എടാ പിന്നെ പറഞ്ഞോളൂടാ. പറഞ്ഞുതരാം. പിന്നെന്താ? പിന്നൊന്നുമില്ല. പിന്നെ അവിടെ എന്താ? ഇവിടെ ഒന്നുമില്ല. പിന്നെ 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 പറ. അപ്പൊ ആശയദാരിദ്ര്യം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, പക്ഷെ പെണ്ണില്ല. എത്ര കണ്ടന്റ് ചെയ്തേക്കുന്നു? നീ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛന് സുഖമാണോന്നൊക്കെ ചോദിക്കണം. ഇടയ്ക്കിടയ്ക്ക് സുഖമാണെന്ന് നോക്കി അവളുടെ അച്ഛൻ തോന്നുന്നു സുഖമില്ലാണ്ട് കിടക്കുന്നത്. അല്ല നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് എന്താ സംസാരിക്കുന്നു? ഇമാജിനറി വേൾഡ്. ഞങ്ങൾക്കിപ്പോ 3 പിള്ളേരാ, 2 ആണും 1 പെണ്ണും. പെണ്ണോ? പെണ്ണ്. എനിക്കും ഇപ്പൊ 2 മക്കളാ. മൂത്താള് ഇപ്പൊ അമറാണി സ്കൂളിൽ പഠിക്കുന്നു. എടാ അവിടെ ഫീസ് കൂടല്ലേ? ആണല്ലേ? മാറ്റണം. ആ കൊച്ചെങ്ങനെ സ്കൂളിൽ പോന്നെ? ഞാൻ ഡെയിലി കൊണ്ടാക്കി വരൂടാ. എടാ ആ റൂട്ട് വഴി സ്കൂൾ ബസ് ഉണ്ടാ? ഉണ്ടാ? ആ പറയണ്ടേ? എന്റെ മൂത്ത മോളിത്തിരി കുറുമ്പിയാ. എന്റെ ഇളയതാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. ഫോണിൽ കൂടെ ഒക്കെ പിള്ളേരുണ്ടായി കളിക്കുന്നത് മനസ്സിലായില്ലേ എന്തോ കണ്ടന്റ് എന്ന്. പിന്നെ എന്തോ പറഞ്ഞു? പിന്നെ പറ. നീ പറ. നീ പറ. നീ പറ. പിന്നെ പറ. പിന്നെ പറ. ഉന്നപ്പറ ഞാൻ 2 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടേക്ക്. നാളെ എന്റെ കല്യാണിയില്ലേ? എന്ത് നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ടാ? ഫോൺ വിളിച്ചാ പിന്നെ പറ, നേരിട്ട് കണ്ടാ പിന്നെ പറ. എങ്ങനെയാണ് പിന്നെ പറ പോരെ? നീ ഇപ്പൊ പറയാൻ നിൽക്കുന്നത്? സാർ ഇവിടെ പുതിയതായിട്ട് വന്നെന്നറിഞ്ഞു. ഈ ഏരിയ ഉണ്ടല്ലോ സാറേ, ഫുള്ള് വെള്ളവെടിയും കഞ്ചാവും. അപ്പൊ അതിനെപ്പറ്റി ഒരു അവയർനെസ് തരാൻ വന്നതാ. ഇതിന്റെ കാർഡാ സാറേ വെച്ചോ. അതുകൊണ്ട് സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇനി വിളിച്ചാൽ മതി. ഞാൻ 24/7 വെള്ളമടിക്കാൻ കുപ്പി ഡെലിവറി ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.